ഞാനിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലെ ബൽക്കു എന്ന സ്ഥലത്താണ്. ഈ ബൽക്കു എന്ന് പറയുന്നത് കാഠ്മണ്ഡുവിലെ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നാട്ടിലേക്കുള്ള വണ്ടി കിട്ടുക. നമ്മുടെ റെക്സോൾ ബോർഡറിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഈ റെക്സോൾ ബോർഡറിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഇന്ത്യ ബോർഡറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ജേണി ഉണ്ട്. അപ്പോൾ ശരിക്കും വളരെ കുറഞ്ഞ കിലോമീറ്ററുള്ളൂ, 200, 250. അതുപോലെ ഇവിടെ നിന്ന് 150 കിലോമീറ്റർ, 130 കിലോമീറ്ററാണ് റെക്സോളിലേക്കുള്ളത്. പക്ഷേ ഈ വണ്ടി ഇവിടെ ബസ്സിന് പോവുകയാണെങ്കിൽ രാവിലെ കയറി കഴിഞ്ഞാൽ ബസ് വൈകുന്നേരം 6 മണിക്ക്, രാവിലെ 12 മണിക്കൂറൊക്കെയാണ് ഈ 150 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് സമയം എടുക്കുക. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വൈകുന്നേരം 5:30 ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ ആ ട്രെയിൻ ചിലപ്പോൾ മിസ്സാവും എന്നുള്ളതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയുള്ള മറ്റൊരു സർവീസാണ് ഇങ്ങനെയുള്ള ചെറിയ വാനുകളായിട്ട് ഇവിടുന്ന് പോകുന്നത്. ഇതൊരു EV വെഹിക്കിളാണ്, ചൈനീസ് കമ്പനീൻ്റെ ഒരു വെഹിക്കിളാണിത്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇനി 850 നേപ്പാളി നമ്മൾ കൊടുക്കണം ഒരാൾക്ക്. ഏകദേശം 510 രൂപ ആ ലെവലിൽ വരും. ഇപ്പോൾ നേപ്പാളിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് പോക്ര ടു കാഠ്മണ്ഡു അല്ലെങ്കിൽ അവിടുന്ന് റെക്സോൾ ബോർഡറിലേക്കോ സൊനോലി ബോർഡറിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് ജേണി അതിന് ബസ്സിന് വേണ്ടി നമ്മൾ കണ്ടുവെക്കണം. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് കാണുന്ന ദൂരത്തിലൂടെ അല്ല ബസ് ട്രാവൽ ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനനുസരിച്ചൊരു സമയവും ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നേപ്പാളിലൂടെ സഞ്ചരിക്കാൻ. ഒന്നാമത് ഇവിടുത്തെ റോഡുകളൊക്കെ ഒരു 90% റോഡില്ല. അതായത് ഓഫ് റോഡ് പോലെ തന്നെയാണ് പ്രധാന റോഡുകളൊക്കെ. റോഡുണ്ടായിരുന്നു, അതിൻ്റെ ടാറിങ് ഒക്കെ പോയിട്ട് ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ്. നമ്മുടെ ലഗേജൊക്കെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതേതാ കമ്പനി എന്നൊന്നും അറിയില്ല, ജുബാവോ അങ്ങനെ എന്താ അതിൻ്റെ കമ്പനി ആണോ, അതിന് വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഒരു ചൈനീസ് കമ്പനിയാണ്. ഇതൊരു EV വെഹിക്കിളുമാണ്.